നമസ്കാരം. ബംഗാളിൽ ബി.ജെ.പി. തൃണമൂൽ രാഷ്ട്രീയ പോരും മുറുകുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ട വോട്ടെടുപ്പിന് മുന്നോടിയായി ഉത്തർപ്രദേശ് കേഡറിലെ പ്രശസ്തനായ IPS ഉദ്യോഗസ്ഥൻ അജയ് പാൽ ശർമ്മയെ പോലീസ് നിരീക്ഷകനായി നിയമിച്ച ഇലക്ഷൻ കമ്മീഷൻ നടപടി വലിയ രാഷ്ട്രീയ പോരിന് വഴി തുറന്നിരിക്കുകയാണ്. തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് മുന്നറിയിപ്പ് നൽകുന്ന അജയ് പാൽ ശർമ്മയുടെ വീഡിയോ വലിയ രാഷ്ട്രീയ ചർച്ചകൾക്കും അവിടെ കാരണമായി. അജയ് പാൽ ശർമ്മയുടെ ഈ മുന്നറിയിപ്പാണ് അവിടെ ഇപ്പോൾ വലിയ രാഷ്ട്രീയ ചർച്ചകൾക്കും കാരണമായിരിക്കുന്നത്. അജയ് പാൽ ശർമ്മ നിയമവിരുദ്ധമോ ഭരണഘടന വിരുദ്ധമായ പ്രവൃത്തികളിൽ ഏർപ്പെട്ടാൽ അദ്ദേഹത്തെ കോടതിയിൽ നേരിടുമെന്നും കർശന നടപടി സ്വീകരിക്കുമെന്നുമാണ് തൃണമൂൽ കോൺഗ്രസിന്റെ മുന്നറിയിപ്പ്. തൃണമൂലിനെ പിന്തുണച്ചുകൊണ്ട് സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് ശർമ്മ BJPയുടെ പരീക്ഷിച്ചറിഞ്ഞ ഏജന്റാണെന്ന് വിശേഷിപ്പിച്ചു. തൃണമൂലും സമാജ്വാദി പാർട്ടിയും ഒരുപോലെ അജയ് പാൽ ശർമ്മയെ എതിർക്കുന്നുണ്ടെങ്കിൽ അതിന് വ്യക്തമായ കാരണമുണ്ട്. അതിന് അജയ് പാൽ ശർമ്മ ആരെന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. 2011 ബാച്ച് IPS ഉദ്യോഗസ്ഥനായ അജയ് പാൽ ശർമ്മ ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥിന്റെ കീഴിൽ ക്രിമിനലുകൾക്കെതിരെ നൂറുകണക്കിന് എൻകൗണ്ടറുകൾക്ക് നേതൃത്വം നൽകിയ ഉദ്യോഗസ്ഥനാണ്. യോഗിയുടെ സിംഗം എന്നാണ് അനുയായികൾ ഇദ്ദേഹത്തെ വിളിക്കുന്നത്. ക്രിമിനലുകൾക്കെതിരെ സ്വീകരിക്കുന്ന കടുത്ത നടപടികളിലൂടെയാണ് ഇദ്ദേഹം ശ്രദ്ധേയനാവുന്നത്. നിലവിൽ പ്രയാഗ്രാജിൽ ACP ആയി പ്രവർത്തിച്ചു വരികയായിരുന്നു. പോലീസ് ഉദ്യോഗസ്ഥനാകുന്നതിന് മുമ്പ് അദ്ദേഹം ഡെന്റൽ സയൻസ് പഠിച്ചിരുന്നു. സ്വതന്ത്രവും നീതിയുക്തവുമായ തിരഞ്ഞെടുപ്പ് ഉറപ്പാക്കുന്നതിനായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇദ്ദേഹത്തെ പശ്ചിമ ബംഗാളിൽ പോലീസ് ഒബ്സർവറായി നിയമിക്കുകയായിരുന്നു. മമതാ ബാനർജിയുടെ അനന്തരവൻ അഭിഷേക് ബാനർജിയുടെ തട്ടകവും അതീവ ജാഗ്രത ആവശ്യമുള്ളതുമായ സൗത്ത് 24 പർഗാനാസ് ജില്ലയിലേക്കാണ് അദ്ദേഹത്തെ അയച്ചത്. രണ്ടാം ഘട്ട വോട്ടെടുപ്പിന് മുന്നോടിയായി സാമൂഹ്യ വിരുദ്ധർക്ക് കർശന മുന്നറിയിപ്പ് നൽകുന്ന ശർമ്മയുടെ വീഡിയോയാണ് വലിയ രീതിയിൽ പ്രചരിക്കുന്നത്. അദ്ദേഹം ജില്ലയിലെത്തിയപ്പോൾ ഫാൽട്ടയിലെ തൃണമൂൽ സ്ഥാനാർത്ഥിയായ ജഹാംഗീർ ഖാന്റെ അനുയായികൾ വോട്ടർമാരെ ഭീഷണിപ്പെടുത്തുന്നതായി നാട്ടുകാരിൽ നിന്ന് പരാതി ലഭിച്ചുവെന്നാണ് ബന്ധപ്പെട്ട വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. തുടർന്ന് കേന്ദ്രസേനയോടൊപ്പം ഖാന്റെ വസതിയിലും ഓഫീസിലും നേരിട്ടെത്തിയ അദ്ദേഹം വോട്ടെടുപ്പ് തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നവർക്കെതിരെ അതിശക്തമായി നടപടി സ്വീകരിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകി. ചുറ്റുമുള്ളവരൊക്കെ നന്നായി മനസ്സിലാക്കിക്കോളൂ, ആരെങ്കിലും ഗുണ്ടായിസത്തിന് മുതിർന്നാൽ അവർക്ക് അർഹമായ ശിക്ഷ ലഭിക്കും. ആരെങ്കിലും എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കാനോ മറ്റുള്ളവരെ ഉപദ്രവിക്കാനോ ശ്രമിച്ചതായി വിവരം ലഭിച്ചാൽ അവർക്കെതിരെ ഞങ്ങൾ കടുത്ത നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം ആ വീഡിയോയിൽ പറയുന്നുണ്ട്. തുടർന്ന് ഖാന്റെ വീടിന് നേരെ തിരിഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ജഹാംഗീറിന്റെ വീട്ടുകാരും ഇവിടെ നിൽപ്പുണ്ട്, അവനോട് കൃത്യമായി പറഞ്ഞേക്കുക, ജഹാംഗീറിന്റെ ആളുകൾ ഭീഷണിപ്പെടുത്തുന്നു എന്ന വാർത്തകൾ ആവർത്തിച്ചു വരുന്നുണ്ട്. ഇത് തുടർന്നാൽ ഞങ്ങൾ ശക്തമായി തന്നെ നേരിടും. പിന്നീട് അതിബുദ്ധി കാണിക്കാൻ മുതിരുന്നവർക്ക് അർഹമായ പാഠം പഠിപ്പിക്കുമെന്ന മുന്നറിയിപ്പോടെ BJP ശർമ്മയുടെ ഈ വീഡിയോ പങ്കുവച്ചു. ഇതോടെ വിഷയം രാഷ്ട്രീയമായി ആളിക്കത്തി. BJPക്ക് മറുപടിയായി ബംഗാൾ ഉത്തർപ്രദേശ് അല്ല എന്ന് തൃണമൂൽ കോൺഗ്രസ് മറുപടി നൽകി. ഒരു നിഷ്പക്ഷ നിരീക്ഷകന് ചേരാത്ത രീതിയിൽ പെരുമാറരുതെന്ന് ശർമ്മയ്ക്ക് പാർട്ടി മുന്നറിയിപ്പ് നൽകി. പരിധി ലംഘിക്കുകയോ നിയമം കയ്യിലെടുക്കുകയോ അല്ലെങ്കിൽ ഒരു നിഷ്പക്ഷ നിരീക്ഷകന് നിരക്കാത്ത രീതിയിൽ പെരുമാറുകയോ ചെയ്താൽ ജനാധിപത്യപരമായ രീതിയിൽ എന്നാൽ ഒട്ടും വിട്ടുവീഴ്ചയില്ലാത്ത വലിയ വില നിങ്ങൾ നൽകേണ്ടി വരുമെന്നായിരുന്നു തൃണമൂലിന്റെ ഭീഷണി. അജയ് പാൽ ശർമ്മയെ ഒരു BJP ഏജന്റാണെന്ന് വിശേഷിപ്പിച്ചുകൊണ്ടായിരുന്നു അഖിലേഷ് യാദവ് തൃണമൂലിന് പിന്തുണ പ്രഖ്യാപിച്ചത്. തൃണമൂൽ തിരഞ്ഞെടുപ്പിൽ വിജയിക്കുമെന്ന ആത്മവിശ്വാസം പ്രകടിപ്പിച്ച അദ്ദേഹം ശരിയായ സമയത്ത് BJP അജണ്ടയുടെ ഭാഗമായ ഏജന്റുമാർക്കെതിരെ അന്വേഷണം നടത്തുമെന്നും പറഞ്ഞു. എന്നാൽ തൃണമൂലിന്റെ ആരോപണങ്ങൾ BJP തള്ളിക്കളയുകയായിരുന്നു. തങ്ങളുടെ വാക്കുകളെ തെറ്റായി വ്യാഖ്യാനിക്കുകയാണെന്നും തൃണമൂൽ ഇരവാദം കളിക്കുകയാണെന്നും BJP വക്താവ് അലോക് അജയ് പ്രതികരിച്ചു. പോലീസ് ഒബ്സർവർ അജയ് പാൽ ശർമ്മയെ BJP IT സെൽ മേധാവി അമിത് മാളവിയും സിംഗമെന്ന് തന്നെയാണ് പുകഴ്ത്തിയത്. ഭീഷണിപ്പെടുത്തലിന്റെ കാലം അവസാനിച്ചുവെന്നും നിയമവാഴ്ച നടപ്പിലാക്കുമെന്ന സന്ദേശമാണ് ഉദ്യോഗസ്ഥർ നൽകിയതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തെരഞ്ഞെടുപ്പ് സുതാര്യമായും അക്രമരഹിതമായും നടത്താനാണ് ശക്തരായ ഉദ്യോഗസ്ഥരെ നിരീക്ഷകരായി നിയമിക്കുന്നതെന്നാണ് കേന്ദ്ര സർക്കാരിൻ്റെയും BJPയുടെയും നിലപാട്. ബംഗാളിലെ തെരഞ്ഞെടുപ്പ് അക്രമങ്ങളിൽ നിന്ന് വോട്ടർമാരെ സംരക്ഷിക്കാൻ ഇത്തരം നടപടികൾ അത്യാവശ്യമാണെന്ന് BJP നേതാക്കൾ വാദിക്കുന്നു. നാളെ നടക്കുന്ന രണ്ടാം ഘട്ട വോട്ടെടുപ്പിൽ അജയ് പാൽ ശർമ്മയുടെ സാന്നിധ്യം തെരഞ്ഞെടുപ്പ് ഫലത്തെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുമോ എന്നാണ് രാഷ്ട്രീയ ലോകം ഉറ്റുനോക്കുന്നത്. തെരഞ്ഞെടുപ്പിന് ശേഷം അക്രമങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്ത് 700 കമ്പനി കേന്ദ്രസേനയെ സംസ്ഥാനത്ത് നിലനിർത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇതിൽ 500 കമ്പനി ക്രമസമാധാന പാലനത്തിനായും 200 കമ്പനി വോട്ടിംഗ് യന്ത്രങ്ങളുടെ സുരക്ഷയ്ക്കുമായിട്ടാണ് വിന്യസിക്കുക. CRPF, BSF, CASF തുടങ്ങി വിവിധ വിഭാഗങ്ങളിൽ നിന്നുള്ള സേനാംഗങ്ങൾ സുരക്ഷാ ചുമതലയിലുണ്ടാകും. മുൻകാലങ്ങളിലെ അക്രമ സംഭവങ്ങൾ കൂടി കണക്കിലെടുത്താണ് ഇത്തരമൊരു കരുതൽ.